ട്രംപ് വന്നതിന് ശേഷം ഇന്ത്യക്കും ഹിന്ദുക്കൾക്കും അനുകൂലമായ ചില കാര്യങ്ങളൊക്കെ അമേരിക്കയിൽ സംഭവിക്കുന്നുണ്ട്. ഇപ്പോൾ ജോർജിയയിൽ ഹിന്ദുക്കളെ സംരക്ഷിക്കാൻ വേണ്ടി ഒരു നിയമം വരുന്നു. ഹിന്ദു ഫോബിയ എന്ന് പറഞ്ഞ് ഹിന്ദുക്കൾക്കെതിരെ അവിടെ വല്ലതും ചെയ്യാൻ ഒരുങ്ങിയാൽ ഇനി വിവരം അറിയും. അതെ, ജോർജിയയിൽ ഹിന്ദു ഫോബിയ ബിൽ പാസാക്കി. അതായത് നിയമമായി ഹിന്ദു വിരോധം കൊണ്ടു നടക്കുന്ന ആളുകൾ, ജൂതവിരോധം പോലെ ഹിന്ദു വിരോധം കൊണ്ടു നടക്കുന്ന ആളുകൾ, അതെ, അങ്ങനെ കൊണ്ടു നടക്കുന്ന ആളുകൾ ഹിന്ദുക്കൾക്കെതിരെ എന്തെങ്കിലുമൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അവരെ പിടികൂടി അറസ്റ്റ് ചെയ്ത് തടവിലാക്കുന്ന നിയമം പാസാക്കിയിരിക്കുന്നു. അല്ല, ട്രംപ് വളരെ ശക്തമായ ആന്റിസെമിറ്റിസം, ജൂതവിരോധം കാണിക്കുന്നവരെയൊക്കെ നാട് കടത്താൻ തീരുമാനിച്ചിരിക്കുകയാണ്. അതിൻ്റെ ഒരു ചുവട് പിടിച്ചാണ് പുതിയ ഹിന്ദുക്കളെ സംരക്ഷിക്കാനുള്ള നിയമം വരുന്നത്, അല്ലേ? അവിടെ കുറെ കാലം അത് ഈ ജോർജിയ ഇതിനു മുമ്പ് ഒരു പ്രമേയം ജോർജിയയിൽ നിയമനിർമ്മാണ സഭ പാസ്സാക്കിയിട്ടുണ്ട് ഹിന്ദുക്കൾക്ക് വേണ്ടിയിട്ട്. ഇങ്ങനെ അവിടെ റേസിസം കൂടുന്നു എന്ന് പറഞ്ഞിട്ട് അവിടുത്തെ ഹിന്ദുക്കളുടെ സംഘടന പറഞ്ഞു കഴിഞ്ഞപ്പോൾ അതിനെ അപലപിക്കുന്ന ഒരു പ്രമേയം മുമ്പ് പാസ്സാക്കിയിട്ടുണ്ട് അവിടുത്തെ. ജോർജിയയിൽ എന്താ ഇതിനൊരു പ്രശ്നം? ഇതിന്റെ സാഹചര്യം എന്താ? അവിടെ ഹിന്ദുക്കളുണ്ട്, 40,000 ഹിന്ദുക്കളുണ്ട്. 40,000 പേരുണ്ട്, 40,000 പേര് അവിടെ ഉണ്ട്. അപ്പോൾ അതൊരു വോട്ട് ചെയ്യുന്ന ആളുകളൊക്കെ മര്യാദയ്ക്ക് ജീവിച്ചു പോകുന്നവരൊക്കെയാണ്. ഹിന്ദു വിദ്വേഷ കേസുകൾ ജോർജിയയിൽ കൂടുന്നു എന്ന് അവർക്ക് തന്നെ മനസ്സിലായിട്ടാണ് ഈ നിയമം പാസ്സാക്കിയിരിക്കുന്നത്. അവിടുത്തെ പീനൽ കോഡ്, ശിക്ഷാ നിയമം ഭേദഗതി ചെയ്തു അവർ. ഇതും കൂടി ചേർത്തു, അതിൻ്റെ അകത്ത് ഹിന്ദു ഫോബിയ എന്നുള്ള വിഷയവും കൂടി ചേർത്തു. ഹിന്ദുക്കൾക്കെതിരായ വർണ്ണവെറി, വിവേചനം അതൊക്കെ തടയുകയാണ് ഉദ്ദേശം. ക്രിമിനൽ കുറ്റമായി. ഇങ്ങനെ ചെയ്യുന്ന അമേരിക്കയിലെ ആദ്യത്തെ സംസ്ഥാനമാണ് ജോർജിയ. അപ്പോൾ ഹിന്ദു MP-മാർ അവിടെ ഉള്ള ആളുകൾ ഇങ്ങനത്തെ കേസുകൾ കൂടുന്നത് പലപ്പോഴും ചൂണ്ടിക്കാട്ടിയിരുന്നു. നിയമം SB 375 ഏപ്രിൽ 4 ആണ് അവതരിപ്പിച്ചത്. ഇത് ജോർജിയയുടെ സഭയിൽ ഡെമോക്രാറ്റുകളും റിപ്പബ്ലിക്കൻസും ഒന്നിച്ചു നിന്നാണ് സ്പോൺസർ ചെയ്തത്. സെനറ്റ് അംഗങ്ങൾ ഷോൺ സ്റ്റില്ലാണ് ഇത് അവതരിപ്പിച്ചത്. ഷോൺ സ്റ്റിൽ, ക്ലിൻറ്റ് ഡിക്സൺ, അവർ രണ്ടുപേരും റിപ്പബ്ലിക്കൻസ്. ഡെമോക്രാറ്റ്സ് ജെയ്സൺ എസ്റ്റീവ്സ്, എമ്മാനുവൽ ജോൺസ്, ഇങ്ങനെ 4 പേരായിരുന്നു സ്പോൺസേഴ്സ്. 2 റിപ്പബ്ലിക്കൻസും 2 ഡെമോക്രാറ്റ്സും. ഇത് അവതരിപ്പിച്ച സ്റ്റിൽ പറഞ്ഞു കുറച്ച് വർഷമായിട്ട് ഇത് കൂടിയിരിക്കുകയാണ് എന്ന് ബില്ല് അവതരിപ്പിച്ചുകൊണ്ട് പറഞ്ഞു. ഈ നിയമത്തിൻ്റെ അകത്ത് ഹിന്ദുക്കളുടെ നിർവചനം പറയുമ്പോൾ അവരാരാണ് എന്നൊക്കെ പറയുമ്പോൾ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അല്ല, ഹിന്ദുക്കളുടെ നിർവചനം പറഞ്ഞിട്ട് പറയുന്നത് ഹിന്ദുക്കൾ ലോകത്തിലെ പ്രാചീനവും ബൃഹത്തുമായ മതവിശ്വാസികളാണ്. 1.2 ബില്യൺ ഹിന്ദുക്കൾ ലോകമാകെ ഉണ്ട്. 100 രാജ്യങ്ങളിൽ അവരുണ്ട്. ഭിന്ന പൈതൃകങ്ങളും വിശ്വാസ രീതികളും അവർക്കുണ്ട്. സഹനം, പരസ്പര ബഹുമാനം, ശാന്തി എന്നിവ അവരുടെ സവിശേഷതകളാണ് എന്ന് ഹിന്ദുക്കളെ പറ്റി പറഞ്ഞിട്ടുണ്ട്. ഒരു വലിയ അംഗീകാരമാണ്. കാരണം ലോകത്ത് എവിടെ പോയാലും കുഴപ്പമൊന്നും ഉണ്ടാക്കാതെ ചെല്ലുന്ന രാജ്യം സ്വന്തം രാജ്യം പോലെ കരുതി, വസുദൈവ കുടുംബകം എന്നാണല്ലോ ഹിന്ദുക്കളുടെ സങ്കല്പം തന്നെ. ആ രാജ്യവും സ്വന്തം വീടായി കരുതി ജീവിച്ച് അവിടുത്തെ കാര്യങ്ങളിലൊന്നും കുഴപ്പമുണ്ടാക്കാതെ സമാധാനത്തോടെ കഴിയുന്ന ആളുകളാണ് ഹിന്ദുക്കൾ. അതെ, മാക്സ് മുള്ളർ ലോക നാഗരികതയുടെ പിള്ളത്തൊട്ടിലാണ് ഇന്ത്യ എന്ന് പറഞ്ഞതുപോലെ ഒരു സംഭവമായി. അപ്പോൾ ഇതിൻ്റെ അകത്ത് പറഞ്ഞിട്ടുണ്ട് ഈ എന്താണ് കുറ്റം എന്ന് പറഞ്ഞിട്ടുണ്ട്. എ സെറ്റ് ഓഫ് ആൻറ്റഗണിസ്റ്റിക്, ഡിസ്ട്രക്റ്റീവ്, ഡിറഗേറ്ററി ആറ്റിറ്റ്യൂഡ്സ് ആൻഡ് ബിഹേവിയേഴ്സ് ടുവേഴ്സ് ഹിന്ദുയിസം. ഹിന്ദു മതത്തിനെതിരെ വിരോധം വെച്ച് പുലർത്തുന്ന സംഹാരാത്മകമായ, അപലപനീയമായ സമീപനങ്ങൾ, പെരുമാറ്റങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ട്. അവിടുത്തെ കൊയലീഷൻ ഹിന്ദുസ് ഓഫ് നോർത്ത് അമേരിക്ക എന്ന് പറഞ്ഞ സംഘടന ഇതിനു വേണ്ടി വാദിച്ചു കൊണ്ടിരുന്നു 2023 ഏപ്രിൽ മുതൽ. അന്നാണ് ജോർജിയ ഈ സഭ ഹിന്ദു ഫോബിയെ അപലപിച്ചത്, പ്രമേയം പാസ്സാക്കിയത്. 2023-24
പ്യൂ റിസർച്ച് സെൻറ്ററിൻ്റെ പഠനം അനുസരിച്ചിട്ട് അമേരിക്കയിൽ ഹിന്ദുക്കൾ ജനസംഖ്യയിൽ 0.9% ആണ്. 2.5 മില്യൺ, 25 ലക്ഷം പേര് ഹിന്ദുക്കൾ അമേരിക്കയിൽ. 25 ലക്ഷം ഹിന്ദുക്കൾ. 2.5 മില്യൺ. അത് ചെറിയ നമ്പർ അല്ലല്ലോ. വലിയ, അതാണല്ലോ ഇത്രയും പ്രാധാന്യം വരുന്നത്. ഇല്ലെങ്കിൽ ഭരണത്തിൽ ഇത്ര ആളുകളെയൊക്കെ കൊണ്ടുവരേണ്ട കാര്യമുണ്ടോ? കാഷ് പട്ടേൽ, തുളസി ഗബ്ബാർഡ് എന്നൊക്കെ പറഞ്ഞിട്ട് പല ആളുകളും അങ്ങനെ വന്നിട്ടുണ്ട്. ജോർജിയയിൽ തന്നെ 40,000 പേരുണ്ട്. ഏറ്റവും കൂടുതൽ ജോർജിയയിൽ അറ്റ്ലാന്റയിലാണ് ഇവർ പാർക്കുന്നത്. പടിഞ്ഞാറൻ ഇന്ത്യയുടെ പടിഞ്ഞാറ് ഭാഗത്തു നിന്നാണ് അറ്റ്ലാന്റയിലെ ഹിന്ദുക്കൾ കൂടുതലും വന്നിരിക്കുന്നത്, കൂടുതലും ഗുജറാത്തിൽ നിന്ന്. അപ്പോൾ ഗാവസ്തി ഫൗണ്ടേഷൻ ഹിന്ദു ഫോബിയ ട്രാക്കർ അനുസരിച്ചിട്ട് ഈ കാലത്ത് 2023 ജനുവരി 1 മുതൽ 1314 ഹെയ്റ്റ് ക്രൈംസ് അവിടെ ഉണ്ടായിട്ടുണ്ട്. ഈ ഹിന്ദു വിരുദ്ധം എന്നൊക്കെ പറയുന്നത്. ഹിന്ദുക്കളെ എവിടെ വെച്ച് കണ്ടാലും ഈ എന്തെങ്കിലുമൊക്കെ ഈ വർണ്ണവെറി പ്രകടിപ്പിക്കുന്ന പല ആളുകളും അമേരിക്കയിലുണ്ട്. ഇടയ്ക്കിടയ്ക്ക് ഇതിൻ്റെ റിപ്പോർട്ടുകളും വരാറുണ്ട്. ഏറ്റവും ഒടുവിൽ വന്ന ഒരു റിപ്പോർട്ട് നമുക്ക് ഉദാഹരണമായിട്ട് പറയാം. ഈ കാൻകണിൽ നിന്ന് ലോസ് ആഞ്ചലസ് എയർപോർട്ടിൽ ഒരു സെലിബ്രിറ്റി ഫോട്ടോഗ്രാഫർ, ഇന്ത്യക്കാരൻ, പർവേസ് തൗഫിക് എന്നാണ് പേര്. ഇന്ത്യക്കാരനെ ഫോട്ടോഗ്രാഫർ, സെലിബ്രിറ്റി, അമേരിക്കയിലെ സെലിബ്രിറ്റി ഫോട്ടോഗ്രാഫർ. അയാൾ അവിടുത്തെ പൗരനുമൊക്കെയാണ്. അയാൾ വന്നിറങ്ങിയപ്പോൾ അയാളുടെ ഭാര്യയും കുട്ടിയും ഒക്കെ ഉണ്ട്. ഈ അവിടെ നിന്ന് എയർപോർട്ടിൽ നിന്ന് വിമാനത്തിലേക്ക് ബസ്സിൽ കൊണ്ടുപോകുമല്ലോ, ഷട്ടിൽ ബസ്. ആ ഷട്ടിൽ ബസ് ഈ കുടുംബം കയറി കഴിഞ്ഞപ്പോൾ ഒരു സ്ത്രീ, അമേരിക്കക്കാരി, ഈ പയ്യനെന്തോ ഇവരോട് സംസാരിക്കുന്നുണ്ടായിരുന്നു, കുടുംബങ്ങൾ തമ്മിൽ, അച്ഛനോടും അമ്മയോടും. ഷട്ടപ്പ് എന്ന് പറഞ്ഞു ഈ കുട്ടിയോട്, ആ മദാമ. അപ്പോൾ നിങ്ങൾക്കത് പറയാനായിട്ട് അവകാശമൊന്നുമില്ല, എൻ്റെ മകനാണ്, നിങ്ങൾ എന്തിനാണ് അങ്ങനെ പറയുന്നതെന്ന് ഇയാൾ, ഈ ഫോട്ടോഗ്രാഫർ അവരോട് ചോദിച്ചു, മദാമയോട്. അപ്പോൾ മദാമ പറഞ്ഞു. അപ്പോൾ ഉടനെ ഈ മദാമയുടെ ഭർത്താവും, എൻ്റെ ഭാര്യയാണ്, അത് ഭാര്യയോട് നിങ്ങൾ എന്തിനാണ് സംസാരിക്കുന്നത് എന്ന് ചോദിച്ചു. അയാളും ചൂടായി. ഉടനെ ഈ സ്ത്രീ ഇയാളെ നോക്കിയിട്ട് പറഞ്ഞു, യു ആർ ഫ്രം ഇന്ത്യ. കണ്ടാൽ മനസ്സിലാവുമല്ലോ. You have no respect, you have no rules, you think you can push everyone, push എന്ന് പറഞ്ഞിട്ട് കുറെ തെറിയും പറഞ്ഞു, എഫ് വെച്ചിട്ടുള്ള തെറിയൊക്കെ പറഞ്ഞു. നിങ്ങൾക്ക് മര്യാദയില്ല, മാന്യതയില്ല, നിങ്ങൾക്ക് നിയമങ്ങളില്ല, എവിടെയും തള്ളിക്കയറും, നിങ്ങൾക്ക് ആരെയും ബഹുമാനവും ഇല്ല. നമ്മൾ വലിയ പൊസിഷനിലൊക്കെ കയറി പറ്റുന്നതിലുള്ള കുശുമ്പാണ്. ഇവർ എപ്പോഴും ഈ താഴെ കിടന്ന് ചെറിയ ജോലിയൊക്കെ ചെയ്യുമ്പോഴും. അല്ലെ, നമ്മൾ ആലോചിക്കുന്ന ഈ അമേരിക്കക്കാർ, ഈ അമേരിക്കയ്ക്ക് വേണ്ടി പറയുന്നു, അമേരിക്കക്കാർ ഈ നമ്മൾ ഈ മൈഗ്രേറ്റ് ചെയ്ത് വരുന്നു എന്നൊക്കെ പറഞ്ഞ് അമേരിക്കയിലെ വലിയ കോലാഹലമാണല്ലോ. അമേരിക്കയിലെ ഇന്ന് കടന്ന അമേരിക്കക്കാരുടെ അല്ല അമേരിക്ക. അവിടുത്തെ ആദ്യത്തെ റെഡ് ഇന്ത്യൻസിനെയൊക്കെ അല്ലേ ഉന്മൂലനം ചെയ്തിട്ട് അവിടെ വന്ന് കുടിയേറിയവരാണ് ഇന്നത്തെ അമേരിക്കൻസ്. അതെ, ലാസ്റ്റ് ഓഫ് ദി മൊഹിക്കൻസ് എന്ന് പറഞ്ഞ പുസ്തകത്തിൽ ഈ റെഡ് ഇന്ത്യൻസിനെ മുഴുവൻ കൊന്നൊടുക്കിയതിൻ്റെ കഥയാണ്. അങ്ങനെ അവശേഷിച്ച ഒരാളുടെ കഥയാണ്. എന്തൊരു ലോകത്തിലെ മനോഹരമായ ക്ലാസിക്കാണത്. എന്നാൽ നല്ല ആളുകളും ഉണ്ട്. ഈ തുളസി ഗബ്ബാർഡിനെ പോലെയൊക്കെയുള്ള വീട്ടിലെ ആളുകൾക്ക് മുഴുവൻ ഒരു കുട്ടിയുടെ പേര് ഭക്തി എന്നാണ്, അമ്മാരേഷണ പ്രസ്ഥാനത്തിൽ. ഇവിടുന്ന് പോകുന്നവരെയൊക്കെ സ്വീകരിക്കുന്ന ആളുകളും ഉണ്ട്. വിവേകാനന്ദനെയൊക്കെ സ്വീകരിച്ചവരിൽ ഏറ്റവും കൂടുതൽ സ്ത്രീകളാണ്. ജോസഫിൻ മക്ലിയോഡിനെയൊക്കെ പോലുള്ള സ്ത്രീകൾ, വിഷ്ണു ദേവാനന്ദ, പറക്കും സ്വാമി, മഹർഷി മഹേഷ് യോഗി, രജനീഷ്, എത്രയോ നമ്മുടെ ആത്മീയ പ്രസ്ഥാനവുമായി പോയ ആളുകളെയൊക്കെ അവർ സ്വീകരിച്ചിട്ടുണ്ട്. പിന്നെ ഇവിടുന്ന് നമ്മുടെ ആളുകൾ എല്ലായിടത്തും ഈ ആന്റി സോഷ്യൽസ് ഉണ്ടാവുമല്ലോ, സാമൂഹ്യ വിരുദ്ധ മനോഭാവമുള്ളവരെല്ലാവരും ഉണ്ടാവും. എൻ്റെ ഒരു സുഹൃത്ത്, മലയാളി പത്രപ്രവർത്തകൻ, പേര് പറയാൻ എനിക്ക് അനുവാദമില്ല, അങ്ങനെ ലണ്ടനിൽ കൂടി മറ്റേ ഫുട്പാത്തിൽ കൂടി നടക്കുമ്പോൾ അപ്പുറത്ത് നിന്ന് വന്നൊരു സായിപ്പ് ഇയാളുടെ കവളത്ത് ഒറ്റ അടി അടിച്ചിട്ട് അയാൾ നടന്നുപോയി. എന്ത് ചെയ്യാനാണ്? ഇത്രയും കടുപ്പമായ വിധത്തിലാണ് ഈ സംഗതികൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഏതായാലും ഹിന്ദു വിരോധം, ഹിന്ദുക്കൾ കൂടിപ്പോയാൽ ഞങ്ങളുടെ
അവകാശങ്ങളൊക്കെ നഷ്ടപ്പെട്ടു പോകുമെന്നത് പേരിലുള്ള ഹിന്ദുക്കൾക്ക് നേരെയുള്ള ആക്രമണങ്ങൾ ഇതൊന്നും സമ്മതിക്കത്തില്ല എന്ന് അമേരിക്കയിലെ ജോർജിയ തീരുമാനിച്ചിരിക്കുന്നു. ജോർജിയയെ മറ്റുള്ളവരും മാതൃകയാകട്ടെ. സത്യത്തിൽ ഈ ജോർജിയ പോലുള്ള ചില രാജ്യങ്ങൾ ഈ തോക്കിൻ്റെ നിയമത്തിലൊക്കെ മാതൃകയാണ്. ഈ കുട്ടികളൊക്കെ തോക്ക് നടന്നിട്ട് സ്കൂളിലൊക്കെ വെടിവെക്കുമല്ലോ. അപ്പോൾ തോക്കിൻ്റെ നിയമം അങ്ങനെയൊന്നും ലൈസൻസ് ഇനി കൊടുക്കേണ്ടതില്ല ജോർജിയ തീരുമാനിച്ചു. അങ്ങനെയൊക്കെ ഞാൻ ജോർജിയയെക്കുറിച്ച് ഇങ്ങനെ കേൾക്കുമ്പോൾ ഓർക്കുന്നത് ലോകത്തിലെ ബദ്ധവൈരികളായ 2 രാജ്യങ്ങളായിരുന്നല്ലോ സോവിയറ്റ് യൂണിയനും അമേരിക്കയും. അപ്പോൾ ഈ 2 രാജ്യങ്ങളിലും ജോർജിയ എന്ന് പേരുള്ള ഓരോ സംസ്ഥാനങ്ങളുണ്ട്. റഷ്യയിലും ഉണ്ട് ജോർജിയ, സോവിയറ്റ് യൂണിയനിലും ഉണ്ട്, ഇപ്പോഴത്തെ റഷ്യയിലും ഉണ്ട്, ജോർജിയ ഉണ്ട്, അമേരിക്കയിലും ഉണ്ട്. അങ്ങനെയാണ് ഒരു പണ്ട് പോലെ ശ്രദ്ധിക്കുന്നത് ജോർജിയ എന്നുള്ള പേര്. അമേരിക്കയിൽ വേറൊരു ചെറിയ സ്ഥലമുണ്ട്, മലബാർ എന്നാണ് പേര്. അത് ശരി, അങ്ങനെ കേട്ടോ, അത് ഞാൻ കേട്ടിട്ടില്ല, ഫസ്റ്റ് ടൈമാണ്. അത് ഞാൻ മലയാള മനോരമയിൽ ട്രെയിനിയായി കയറുമ്പോൾ ഈ കോഴിക്കോട് യൂണിറ്റിൽ റെസിഡന്റ് എഡിറ്റർ ജേക്കബ് മാത്യു ആണ്. ജേക്കബ് മാത്യു അമേരിക്കയിൽ വന്നു പോയിട്ട് അദ്ദേഹം ഒരു ലേഖനം അദ്ദേഹത്തിന് ഒരു കൗതുകം തോന്നിയിട്ട് എഴുതിയതാന്ന് പറഞ്ഞ് എൻ്റെ അടുത്ത് കൊണ്ടുവന്ന് തന്നു ട്രാൻസ്ലേറ്റ് ചെയ്യാൻ. അത് അവിടെയുള്ള ഈ മലബാറിനെ പറ്റിയിട്ട് ആയിരുന്നു. 1982-83 ആ സമയത്താണത് വന്നത്. ഈ മലബാറിനെ പറ്റി ഒരു ലേഖനം വന്നത്. ശരി. ഏതായാലും ജോർജിയ അമേരിക്കയ്ക്ക് മാതൃകയായി മാറട്ടെ. ഹിന്ദുക്കളല്ലെങ്കിലും പാവങ്ങളാന്നേ, ആരുടെയും തലയിൽ കയറാൻ പോവില്ല. അതെ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.